Dear students, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 4ാം സെമസ്റ്ററിലെ കോർ കോഴ്സായ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ്. അതിൻ്റെ 3ാം ഭാഗമാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ 2 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ 1ാം ഭാഗമാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. യൂണിറ്റിൻ്റെ പേര് നരേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നാണ്. ഈ ഒരു വിഷയം വളരെ പ്രയാസകരമായ ഒരു സബ്ജക്റ്റായിട്ടാണ് കുട്ടികൾ പലപ്പോഴും നമ്മളോട് പറയാറുള്ളത്. എന്നാൽ ഇതിലെ പല തിയറികളും പല സിദ്ധാന്തങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസകരമായിട്ടാണ് അവർ പറയാറ്. എന്നാൽ ഇത് വളരെ അത്യാവശ്യമാണ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇതിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കൽ വളരെ അത്യാവശ്യമാണ്. എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നരേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. This module aims at exploring how reality gets represented through language. The first point is that how reality is represented through language. The second thing is that describing narrative modes of thinking. We are describing in this module the narrative modes of thinking. And the third point is that elaborating narration in literature, history, philosophy, etc. There are different types of narration in our language, in literature, history and philosophy, and how we are using these narrative techniques. And the third point is that elucidating 3 components of narration: author, text and reader. In narration there are 3 components: the author who is the narrator, and the text which is narrated, and the reader who is reading the material. And these points are discussed in this module. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്ക് ശേഷം വരാം. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതിന് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. നരേറ്റീവ് ഈസ് ദ ആക്ട് ഓഫ് റിപ്രസെൻറ്റേഷൻ ഓഫ് വേർഡ്സ്, സൗണ്ട്സ്, വിഷ്വൽസ് ആൻഡ് ജസ്റ്റേഴ്സ് യൂസിങ് സൈൻസ് ഇൻ പെർട്ടിക്കുലർ സീക്വൻസ്. വി കൺസ്ട്രക്ട് ആൻഡ് ഇന്റർപ്രറ്റ് the world around us using words, sounds, figures and relations. We know narrative is the act of representation of words, sounds, visuals and gestures. We are representing some words for something. We are representing sounds for something. We are giving visuals to represent something else. So this act of representation is narrative or narration. Using signs in particular sequence. In particular sequence, while we are using the words in a language, we are using it in a particular sequence. If we are using gestures, we are using in a particular sequence, and it will represent some meaning. We construct and interrupt the world around us using words, sounds, figures and relations. We know that we construct the world around us using the words, sounds, figures and relations. For example, we know that നമ്മൾക്ക് ഇങ്ങനെ പറയാം, നമ്മൾ പലപ്പോഴും വാക്കുകളൊക്കെ പറയുന്നത് സൗണ്ടുകൾ ഉണ്ടാക്കുന്ന, നമ്മുടെ പല സൗണ്ടുകൾ, വിഷ്വൽസ് ഒക്കെ ഇവിടുത്തെ പല യാഥാർത്ഥ്യങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ വാക്കുകൾ കൊണ്ട്, ഇപ്പോൾ ട്രീ എന്ന സാധനത്തിന് നമ്മൾ TREE എന്ന് പറയുന്നു. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്, ഒരു മരത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ആ ഒരു സാധനത്തെയാണ്, ആക്ട് ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുക, നരേറ്റീവ് എന്ന് പറയാം. ഇനി മറ്റൊന്ന് നോക്കാം. നരേറ്റീവ് ഈസ് അബൌട്ട് ലാംഗ്വേജ് ബിക്കോസ് സൗണ്ട്സ്, വേർഡ്സ്, ജസ്റ്റേഴ്സ് ആർ ഓൾ സൈൻസ്. Totally we can say that narrative is all about language. It is connected to language. There is no what നമുക്കൊരിക്കലും ലാംഗ്വേജിനെ നരേറ്റീവിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. നരേറ്റീവിനെ ലാംഗ്വേജിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം സൗണ്ട്സ്, വേർഡ്സ്, ജസ്റ്റേഴ്സ് ഇതൊക്കെ സൈനുകളാണ്, ഏതെങ്കിലും തരത്തിലുള്ള സൈനുകളാണ്. ഒച്ചകൾ, പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം,
അതൊരു പിന്നെ ഒരു സൂചനയാണ്. ആ സൂചന ഒരു നെറേറ്റീവാണ്. അപ്പോൾ നെറേറ്റീവ് ഈസ് ഓൾ അബൌട്ട് ലാംഗ്വേജ് ബിക്കോസ് സൗണ്ട്സ്, വേർഡ്സ്, ജെസ്റ്റേഴ്സ് ആർ ഓൾ സൈൻസ്. സയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇനി നെറേറ്റീവ് ഈസ് സംബഡി ടെൽസ് somebody else on some occasion and for some purpose that something happened. What is narrative? Another definition is that what is narrative? Narrative is that somebody telling somebody else on some occasion and for some purpose that something happened. ചില ആളുകൾ ഒരാൾ മറ്റൊരാളോട് ചില പ്രത്യേക സമയത്ത് ചില സംഭവങ്ങൾ സംഭവിച്ചു എന്ന് പറയലാണ് നരേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പിന്നെ 1999 ഇന്ന ആൾ ജനിച്ചു എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളോട് പറയുന്നു ഒരു സംഭവത്തെ കുറിച്ചിട്ട്. ഇറ്റ് ഈസ് ടെല്ലിങ്, സംബഡി ഈസ് ടെല്ലിങ് സംബഡി എൽസ് on some occasion and for some purpose that something happened. It is representation of now. It is the representation of events, characters, and what happens to them in a sequential manner, where the sequence might be of cause and effect chronology. Narrative is the manner of speaking. These are different meanings we are giving to narrative. It is the representation of representation of events. Events are represented through narration. If we are narrating an event, if we are telling about an event that occurred in our home, that occurred in our college, that occurred in our city, we are narrating it. While we are coming to the college, we saw an accident in the road, and we are narrating, we are telling the story to our friends, and then we are narrating an event. Next, sometimes we are narrating characters. When we are going to while we are returning from the college to our returning to our home, we may have acquainted with a person. We may happen to see a person and he is in a aboriginal situation. He is not in a നമുക്ക് ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഒരാളെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ നമ്മൾ അയാളെ കുറിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുന്നു, ഉമ്മയോട് പറയുന്നു, ഞാനൊരാളെ കണ്ടു. വി ആർ ഡിസ്ക്രൈബിങ് എ ക്യാരക്ടർ. ഇറ്റ് ഈസ് ആൾസോ നരേഷൻ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദം ഇൻ എ സീക്വൻഷ്യൽ മാനർ. in a novel or in a story, we are narrating characters, events in a sequential manner. ഓരോ സമയത്ത് കഴിഞ്ഞതാണ് നമ്മൾ പറയുന്നത്. where the sequence might be cause and effect chronology. പലപ്പോഴും അതിന് cause and effect ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 2000 മുതൽ 2005 വരെയുള്ള ഒരു കഥ നോവലാക്കിയിട്ട് വരുമ്പോൾ അതിൽ 2000 ഉണ്ടായിരുന്നത് 2001 2002 ഉണ്ടായ കഥകൾ ഇങ്ങനെ വരും. അപ്പോൾ ഒന്നൊന്നിന് കാരണമായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അത് ഒന്ന് കോസ് ആൻഡ് ഇഫക്റ്റ് ക്രോണോളജിയിലാണ് അത് വരിക. Narrative is the manner of speaking. The last one is that narrative is the manner of speaking, and it is an act of communication whereby the events and character and what happens to them is communicated by somebody to somebody else in language. In simple language, we can say that narration is an act of communication whereby the events or character and what happens to them is communicated by somebody to somebody else in language. ഒരാൾ പിന്നെ ചില സംഭവങ്ങൾ, ക്യാരക്ടേഴ്സ്, വ്യക്തികൾക്ക്, സംഭവങ്ങൾക്ക് ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് അവരെ കുറിച്ചൊക്കെ ഒരാളോട് ഒരു ഭാഷയിൽ പറയുന്നതിനെയാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക, നരേഷൻ എന്ന് പറയുക. ദീസ് ആർ ഡിഫറെൻറ്റ് definitions or meanings of narration. The last one is important. You have to study the last one. And narratology. What is narratology? The study of narrative is known as narratology. Narratology is the study of narratives. The mode of writing, expression, and articulation were examined in various disciplines such as literature, philosophy, history, anthropology by the 1960s. ഇപ്പോൾ നെറേറ്റീവ്സിനെ കുറിച്ചുള്ള പഠനമാണ് നെറേറ്റോളജി. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദ മോഡ് ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ആർട്ടിക്കുലേഷൻസ് എങ്ങനെയാണ്,
വിവിധ വിഷയങ്ങളിൽ ലിറ്ററേച്ചർ, മെഡിസിൻ, ഹിസ്റ്ററി, ഫിലോസഫി ഇതിലൊക്കെ എഴുതിയത് എങ്ങനെയാണ്, അതിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, അതിൽ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ആർട്ടിക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ നറേറ്റീവ്സ്, സ്റ്റഡി ഓഫ് നറേറ്റീവ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നറേറ്റോളജി. Literary text, novels, short stories, texts, anthropological reports, and philosophical treatises, and manner of speaking were analyzed. In narratology, what is the material to study? It is a study, we know that. And what is the material of the study? Where we have to study? എവിടെയാണ്? Literary text. We have to study literary text in narratology. Anthropological reports. Anthropological reports may be the and philosophical treatises. Treatises means തത്വചിന്തപരമായിട്ടുള്ള പല പിന്നെ എന്താ പറയുക തത്വചിന്തകൾ ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ദ മാനർ ഓഫ് സ്പീക്കിംഗ് were analyzed. Manner of speaking means that how the people are speaking this era in this age is also analyzed in narratology. പിന്നെ അതിൽ വരുന്ന സ്റ്റൈൽ, റെറ്ററിക്, ഡിസ്ക്രിപ്ഷൻ, hypothesis, proof, arguments, counter arguments within these forms of text are analyzed and their narratives are traced. We know that we are studying text and the style of the text and rhetoric of the text, description, which hypothesis they are made, proof, arguments, counter arguments that occurred in this text were studied as part of narratology. നെക്സ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാലിറ്റി ആസ് റെപ്രസെൻറ്റേഷൻ. റിയാലിറ്റി എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നോക്കാം നമുക്ക്. നറേറ്റീവ്സ് ആർ എ വേർഷൻ ഓഫ് റിയാലിറ്റി വെർ അക്സെപ്റ്റബിലിറ്റി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സോഷ്യൽ, ക്രിട്ടിക്കൽ, കമ്മ്യൂണൽ ആൻഡ് കോമൺ പ്രാക്ടീസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ്. നറേറ്റീവ്സ് ആർ എ വേർഷൻ ഓഫ് റിയാലിറ്റി where acceptability has been established by social, critical, communal and common practices of interpretations. നറേറ്റീവ്സ് എന്ന് പറയുന്നത് ശരിക്കും റിയാലിറ്റിയുടെ ഒരു ഭാഗമാണ്. പറച്ചിലാണല്ലോ, കഥ പറച്ചിലാണ്, പക്ഷെ അത് റിയാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് പോകുന്ന കഥകൾ സമൂഹം എന്നാണോ അതിനെ ഏറ്റെടുത്തിട്ട് പിന്നെ അത് സ്ഥാപിച്ചെടുക്കുന്നത് അന്നത് കോമൺ പ്രാക്ടീസസിൻ്റെ ഭാഗമായി മാറുന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നറേറ്റീവ്സിൻ്റെ പല നിയമങ്ങളും വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം നിയമങ്ങളായി മാറുന്നു. മുമ്പ് നിയമമായിരുന്നില്ല, മുമ്പ് അതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ സാമൂഹികവും പിന്നെ സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള മാറ്റത്തിനനുസരിച്ചിട്ട് അത് റിയാലിറ്റിയായി മാറി, ഇല്ലതായി മാറി. But narratives are a version of reality where acceptability has been established by social, critical, communal and common practices of interpretations. നമ്മുടെ നിയമങ്ങൾ കൊണ്ട്, നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട്, നമ്മുടെ കമ്മ്യൂണൽ, ക്രിട്ടിക്കൽ, സോഷ്യൽ, ഇപ്പോൾ കമ്മ്യൂണൽ ആൻഡ് കോമൺ പ്രാക്ടീസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓരോ സംഭവത്തിലും നമുക്കിങ്ങനെ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ പിന്നെ പണ്ട് കാലത്ത് പ്രശ്നമല്ലാതിരുന്നത് ഇന്ന് പ്രശ്നമാണ്. പണ്ട് കാലത്ത് അത് നരേഷൻ്റെ ഭാഗമായിരുന്നു, ഇന്നതെന്താണ്, റിയാലിറ്റിയുടെ ഭാഗമായി മാറി. ആ നറേറ്റീവ് ഇങ്ങനെ കേട്ട് പത്രത്തിലും സിനിമയിലും ഒക്കെ വരുന്നത് കണ്ട് കേട്ട് നമ്മുടെ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ടത് മാറി. അപ്പോൾ ശരിക്കും എല്ലാ കഥകളിൽ നിന്നാണ്, നറേറ്റീവ്സിൽ നിന്നാണ് റിയാലിറ്റി വരുന്നത് എന്നാണ് നമുക്ക് ശേഷം അത് വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. റിയാലിറ്റി കംസ് ടു അസ് ഇൻ ആക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നറേറ്റീവ്സ് ഓഫ് മെമ്മറി, ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി, ബയോളജിക്കൽ സ്റ്റോറീസ്, ലിറ്ററേച്ചർ, അഡ്വർടൈസ്മെന്റ്സ്, പ്രൊപ്പഗൻഡ ആൻഡ് സ്പീച്ചസ് ആൻഡ് സോ ഓൺ. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് റിയാലിറ്റി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അഡ്വർടൈസ്മെന്റ്സിൽ നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം. റിയാലിറ്റി കംസ് ടു അസ് ഇൻ ആക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റിയാലിറ്റി നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. കമ്മ്യൂണിക്കേഷൻ്റെ വിവിധ ആക്റ്റുകളിലൂടെയാണ് നമ്മുടെ അടുത്തേക്ക് റിയാലിറ്റി വരുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അഡ്വർടൈസ്മെന്റ്സിലൂടെയൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫെയർ, വെളുത്ത കളറ് വളരെ ഇഷ്ടപ്പെട്ടതാണ് എല്ലാവർക്കും. വെളുത്തവരാവുക, നമ്മളുടെ പിന്നെ കൂടെയുള്ളവർ വെളുത്തവരാവുക, നമ്മൾ വെളുത്തവരാവുക എന്നുള്ള ഇഷ്ടപ്പെട്ടതാ, നമുക്കിഷ്ടമാണ്. ഇത് വന്നത് നറേറ്റീവ്സിലൂടെയാണ്.
പലതരത്തിലുള്ള നറേറ്റീവ്സിലൂടെ വന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ അങ്ങനെ നറേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫിയിൽ, ബയോഗ്രഫിക്കൽ സ്റ്റോറീസിൽ, ലിറ്ററേച്ചറിൽ, ഇങ്ങനെ പലതരത്തിലുള്ള വെള്ള ആളുകളെ ഇഷ്ടം, വെള്ളക്കാര്, വെളുത്തവര്, കറുത്തവരൊക്കെ അടിമകളായി മാറി, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നറേറ്റീവ്സ് ആണ് കേട്ടോ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളതാണ്. അഡ്വർടൈസ്മെന്റ്സിൽ ഇപ്പോൾ എപ്പോഴും നമുക്കറിയാം, സോപ്പുകളുടെ അഡ്വർടൈസ്മെന്റ്സിൽ വെളുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേക്കുന്നത്. അപ്പോൾ വെളുത്തതാകുക എന്നുള്ളത് നമുക്കൊക്കെ ഇഷ്ടമാണ്, അത് റിയാലിറ്റിയാണ്. വെളുപ്പ് പിന്നെ ഫെയർ ഈസ് കൺസിഡേർഡ് ആസ് ദ റിയൽ എന്നൊരു ഇത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിയാണെന്നുള്ള വാദമല്ല എനിക്ക്, പക്ഷെ അങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദിസ് റിയാലിറ്റി ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ദ ആക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ and narratives of memory, history, autobiography, biographical stories, literature, advertisements, propaganda, and speech, and so on. Propaganda is also one of the tool of uh, narrative tools. By this propaganda we are changing our modes of thinking. പ്രൊപ്പഗണ്ടയിലൂടെ മോഡ്സ് ഓഫ് തിങ്കിങ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. പിന്നെ ഹിറ്റ്ലർ വന്നിട്ട് ജർമ്മനിയിൽ പറഞ്ഞു, പിന്നെ ആര്യന്മാരല്ലാത്തവരൊക്കെ, നാസികളല്ലാത്തവരൊക്കെ അധമ വിഭാഗക്കാരാണ്, താഴ്ന്ന വിഭാഗക്കാരാണ്, അവർ ജീവിക്കാൻ പാടില്ലാത്തവരാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്കിനെ ഏറ്റെടുത്ത്, ആ ഒരു നരേഷനെ ഏറ്റെടുത്തത് അവിടുത്തെ സാധാരണ ജനങ്ങളായിരുന്നു. അവരാണ് പിന്നെ ഗ്യാസ് ചേമ്പറുകളിലും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത്. കാരണം അവരുടെ ഉള്ളിലേക്ക് അത് റിയൽ ആണെന്നുള്ള തോന്നലുണ്ടായി. ഒരു പ്രൊപ്പഗണ്ട വാദം, അതായത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കളവ്, അത് അങ്ങനെയുള്ള ഒരു വാദം, ഒരു തീരുമാനം, അതെന്ത് ചെയ്തു, ആളുകൾക്ക് റിയൽ ആയിട്ട് തോന്നി. ഇത് ഒക്കെ പിന്നെ നരേറ്റീവ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. There are two ways of representing the reality of what we see, hear or feel. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് തരത്തിലുള്ള വേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് വേസ് ആണ്. ഫസ്റ്റ് വൺ, മിമീസിസ് ആൻഡ് ഡൈജീസിസ്. Mimesis and diegesis. What are mimesis and diegesis? First one, Plato and Mimesis. There are two different meanings for mimesis. Plato gives one meaning to mimesis, and also Aristotle gives another meaning to mimesis. And now we are discussing what Plato says about mimesis. Mimesis is imitation. About Plato, mimesis is imitation. Imitation means we are copying something. Plato regarded mimesis as a mere representation, not a creative expression. ഇനി പ്ലാറ്റോ മനസ്സിലാക്കിയിട്ടുള്ളത്, റിഗാർഡഡ് മിമീസിസ് ആസ് എ മിയർ റെപ്രസെൻറ്റേഷൻ, നോട്ട് എ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. While we are painting, we are writing a material, we are writing a poetry, we are imitating something. He says that we are imitating, not a creative expression. He says that it is not a creative expression, it is only imitation. അതൊരു ഇമിറ്റേഷൻ ആണ്, മെമീസിസ് ആണ് എന്നാണ് ആര് പറഞ്ഞത്? പ്ലാറ്റോ പറഞ്ഞിട്ടുള്ളത്. പ്ലാറ്റോ ബിലീവ്ഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എൻ അബ്സല്യൂട്ട് ഓർ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഇനി പ്ലാറ്റോയുടെ ഒരു വിശ്വാസമാണ്, ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാത്തിനും ഉണ്ട്. അതെന്താ നമ്മൾ പറയാ? അബ്സല്യൂട്ട് റിയാലിറ്റി കൺസിസ്റ്റ് ഓഫ് ഐഡിയാസ് ഓഫ് തിങ്സ്. അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയാസ് ഓഫ് തിങ്സ് ആണ്. ഓരോ വസ്തുക്കളുടെയും ഒരു ഐഡിയ ആദ്യമുണ്ട്. Of which individual objects in the world are but reflections or imitations. For example, ഇതിൽ അടുത്തതിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് വൺ നോക്കുക. ഫോർ എക്സാമ്പിൾ, ചെയർ കൺസിസ്റ്റ് ഫസ്റ്റ്ലി ആസ് എൻ ഐഡിയ. ഒരു പിന്നെ നമ്മൾ ഒരു പിന്നെ ചെയർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, അതൊരു ഐഡിയ ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉള്ളത്. സെക്കൻഡ്ലി ആസ് എൻ ഒബ്ജക്റ്റ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. അതിന് രണ്ടാമതൊരു ആശാരി അതിനൊരു പിന്നെ ഒരു ചെയറായി മാറ്റുന്നു. ഇറ്റ്സ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് അതൊരു പിന്നെ ഒബ്ജക്റ്റായി മാറുന്നു. ആൻഡ് തേർഡ്ലി ആസ് എൻ ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആർട്ട്. ഇനി ഒരു കലാകാരൻ വന്നിട്ട് ആ പിന്നെ ആ ചെയറിനെ വരയ്ക്കണ സമയത്ത് ഇറ്റ്സ് എൻ ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ആർട്ട്. ആർട്ടിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ, ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. അതിനെ ആ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Thus mimesis is twice removed from reality. അദ്ദേഹത്തിൻ്റെ വാദമാണത്. മൈമസിസ് എന്ന് പറഞ്ഞാൽ twice removed from reality. ആദ്യം ഉണ്ടായത് ഐഡിയ ആണ്,
പിന്നെ ഐഡിയയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് വന്നു. പിന്നെ ഒബ്ജക്റ്റിൽ നിന്ന് അതിനെ കലാകാരൻ വരച്ചപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനിലെ ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്ക് വന്നു. It is twice removed from reality. Reality is ultimate reality. So what is ultimate reality? You have understood, I think that you have understood what is ultimate reality. Ultimate reality consists of ideas of things. Ultimate reality means ideas of things. എല്ലാത്തിനും ഐഡിയ ഉണ്ട്. മനുഷ്യന് ആദ്യം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനെന്ന ഐഡിയ ആണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെയാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. ട്രീ എന്ന സാധനം അതുണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഐഡിയ ആണ് ഉണ്ടായിട്ടുള്ളത്. ഓഫ് വിച്ച് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് there are different individual objects. A man is an individual object. A woman is an individual object. A tree is an individual object. A chair is an individual object. അത് ഉണ്ടാകുന്നത് in the world are but reflections or imitations. These individual objects are also imitations of the ultimate reality. The painter or poet who imitates these individual objects is imitating an imitation. The object is itself an imitation, and when a painter or a poet writes or paints about this object, it is also an imitation of imitation. Imitation of imitation means copy of a copy. The real object is also a copy, and when we are representing it by our art form, it is also a copy. So it is twice removed from the reality. രണ്ട് പ്രാവശ്യം യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്നെ തെന്നി പോന്നതാകുന്നു പിന്നെ ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൻഡ് സോ പ്രൊഡ്യൂസിങ് സംതിങ് വിച്ച് ഈസ് സ്റ്റിൽ ഫർദർ റിമൂവ്ഡ് ഫ്രം അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നതാണ്. അപ്പോൾ പിന്നെ പ്ലാറ്റോയുടെ ഒരു മിമിസിസ് എന്ന് പറഞ്ഞാൽ, according to Plato, mimesis is imitation, and it is also regarded as mere representation, and he says that it is twice removed from reality. Ideas, ultimate existence is ideas, and the object is once removed from reality, and the art representation is twice removed from the reality. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. അവർ കളവ് പറയുന്നവരാണ്, കോപ്പി അടിക്കുന്നവരാണ് പിന്നെ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അവരതിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അദ്ദേഹം റിപ്പബ്ലിക്കിൽ ആർട്ടിസ്റ്റുകൾക്ക് സ്ഥാനം നൽകിയിരുന്നില്ല. ഇതാണ് പ്ലാറ്റോയുടെ മിമീസിസ്. നെക്സ്റ്റ്, അരിസ്റ്റോട്ടിൽ ആൻഡ് മിമീസിസ്. വാട്ട് ഈസ് ദ definition given by Aristotle to mimesis? What his explanations? Aristotle modified Plato's argument to suggest that the poet is not to simply imitate the original, but to improve it by recreating the original to make a perfect model. Aristotle says that he is not simply imitating the original. He is not simply imitating the original object, but he is trying to improve it by creating the original to make a perfect model. He is creating the original, recreating the original to a perfect model. For example, when we are painting a chair is the is the object. When we are painting a chair, we are giving some explanations in this painting. We are giving some paint, some reflections in this painting, and this painting may be more reflective, more actualized than the object, which means that the object should be like this. ഇതുപോലെ ആയിരുന്നു ഈ ഒബ്ജക്റ്റ് ഉണ്ടാവേണ്ടത് എന്നതിലേക്ക് നൽകുന്ന ഒരു സൂചനയിൽ നൽകുന്ന ഒരു സാധനമാണ് പിന്നെ അരിസ്റ്റോട്ടിലിൻ്റെ മിമീസിസ് കിടക്കുന്നത്. അതായത് ഇത് ഇമിറ്റേഷൻ അല്ല, മിയർ ഇമിറ്റേഷൻ അല്ല, ഇമിറ്റേഷൻ തന്നെയാണ്. ആ ഇമിറ്റേഷനിലൂടെ ഒരു പുതിയ ലോകമാണ് സൃഷ്ടിക്കുന്നത്. The poet recreates reality for pleasure and to make order out of chaos. പോയറ്റ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്രിയേറ്റ്സ് റിയാലിറ്റി ഫോർ പ്ലഷർ. അദ്ദേഹം പ്ലഷറിന് വേണ്ടിയിട്ട് സന്തോഷത്തിൽ കവിത ഉണ്ടാക്കുന്നതോടുകൂടി ആളുകൾക്ക് സന്തോഷം. റിക്രിയേറ്റ്സ് റിയാലിറ്റി ഫോർ പ്ലഷർ
and to make order out of chaos. അപ്പോൾ അയാളുടെ പ്രതിസന്ധിയിൽ നിന്ന്, മനസ്സിന് സംഘർഷത്തിൽ നിന്ന് അയാൾ കവിത ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. Mimesis is an act of imagination and recreation according to Aristotle. According to Aristotle, mimesis is an act of imagination and recreation. It is an act of imagination and recreation, not mere imitation. The artist is imaginating about the object, and he is representing the object in an imaginative world, not the real object. A tragic play, for example, you please check, you listen to this paragraph. A tragic play by presents a tragic play it presents by presenting there is a mistake there. A tragic play by presenting human on stage by is very there, excessive there. A tragic play presents human on stage. Many truths regarding human life is presented before us. Mimesis makes us believe that the life represented on stage is as true as the real human condition, and thus a sympathetic identification with the tragic hero occurs. We know that when a tragedy is playing in the stage, it is represented on the stage as true as the real human condition. It is represented on the stage as real as the human condition, and thus by viewing these scenes, a sympathetic identification with the tragic hero occurs. We are identifying ourselves with the tragic hero, and it is a sympathetic identification. We have sympathy to this tragic hero. നമ്മളൊരു ട്രാജഡി കണ്ടുകൊണ്ടിരിക്കുന്നു. ട്രാജഡി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് റിയൽ ലൈഫിലുള്ളതുപോലെ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു സിമ്പത്തറ്റിക് ഐഡന്റിഫിക്കേഷൻ അവിടെ നടക്കുന്നു. നമ്മുടെ മനസ്സിൽ സാന്ത്വനം വരുന്നു. നമ്മൾ സങ്കടപ്പെട്ട് മാത്രമല്ല ഇരിക്കുന്നത്, ഒരു സാന്ത്വനം വരുന്നു. ഇനി അതേപോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, അതേപോലത്തെ സംഭവങ്ങൾ നമുക്കുണ്ടാവരുത്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ഒരു പാകപ്പെടലും ഇതിലൂടെ നടത്തും. ഇതാണ് പിന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദിസ് ലീഡ്സ് ടു ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ നെഗറ്റീവ് ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ generated through living in society, or to put it differently, brings about catharsis. This leads to the purification of our negative emotions of pity and fear. ഇങ്ങനെ ഒന്ന് രണ്ട് ട്രാജഡികളൊക്കെ കാണുമ്പോൾ സമയത്ത് the pity and fear, negative emotions ആണ് pity and fear, it will be the audience will be purified from the negative emotions of pity and fear. പേടി ഉണ്ടാവില്ല. And generated through living in society, or to put in differently, we are living in this society. We know there may arise pity and fear while watching something. Pity and fear may arise in our mind, but when we are watching this type tragedy, we are purified. Pity and fear will not be arised in our mind, bring about catharsis. This means catharsis. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമുക്കറിയാം, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നല്ലോണം ഇഷ്ടം പോലെ ഈ ഡെത്ത് സീനുകൾ, ട്രെയിൻ തട്ടി മരിച്ചത്, കഷ്ണങ്ങളായി മരിച്ചു കിടക്കുന്നൊക്കെ സാധനങ്ങൾ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ട് ഇപ്പം അങ്ങനെ കാണുന്നത് നമുക്കൊരു പ്രശ്നമില്ലാതായി മാറി. പണ്ട് പത്രങ്ങളിലൊന്നും അങ്ങനെ കൊടുക്കലില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പത്രങ്ങളിൽ അങ്ങനത്തെ സീനുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ പിറ്റി ആൻഡ് ഫിയർ ഇല്ലാതായി തീർന്നു, പ്യൂരിഫിക്കേഷൻ നടന്നു, ഒരു കഥാസിസ് നടന്നിട്ട് നമ്മൾ അതിനെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മട്ടിലേക്ക് എത്തി. ഇപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ സിനിമയിലും മറ്റൊക്കെ കണ്ട് യഥാർത്ഥ ലൈഫിൽ നോവലിലൊക്കെ വായിച്ച് ട്രാജഡിയൊക്കെ കണ്ട് യഥാർത്ഥ ലൈഫിൽ ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുമ്പോൾ മനസ്സിൽ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിലേക്ക് എത്തുന്നു എന്നതാണ് കഥാസിസ്. അതുകൊണ്ട് ട്രാജഡി ദസ് ഹാസ് എ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ടു അരിസ്റ്റോട്ടിൽ. According to Aristotle, tragedy has a therapeutic effect. Tragedy delivering a therapy to the audience. It makes a therapy to the audience and purifying them. That is the definition of mimesis given by Aristotle. So Aristotle says that mimesis is not mere imitation, it is imagination.
It gives catharsis, which means that it is purifying pity and fear of the audience and make it clear and make a better feeling for better emotion for the audience who they are living in the society. So we can move to next part, diseases. What is diseases? Diseases is the opposite of mimesis. Mimesis is imitation. We have already discussed imitation. Mimesis, diseases is opposite of mimesis. In a novel or story, mimesis is the direct narration of the events happening and telling us what the character is feeling and thinking. You know that in a novel, mimesis is direct narration of the events happening. It is the direct narration of the events happening in a novel and telling us what the character is feeling or thinking. And this narration may tell us what the character is feeling and thinking. The narrator of the story might tell the story and leave us to discover the character's feeling and thoughts. The narrator tell the story and leave us to discover the character's feeling and thoughts. ക്യാരക്ടറുടെ ഫീലിംഗ് എന്താണ്, തോട്ട് എന്താണെന്നൊക്കെ നമ്മളാണ് ചിന്തിക്കുന്നത്. കഥ ഇങ്ങനെ പറഞ്ഞ് 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 ആര് പോകും, പിന്നെ നരേറ്റർ പോകും. ബട്ട് വി ആർ തിങ്കിങ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഫീലിംഗ് ആൻഡ് തോട്ട്സ്. വാട്ട് ദ ക്യാരക്ടർ ഹാവ് തോട്ട്, വാട്ട് ഈസ് ദ ഫീലിംഗ് ഓഫ് ദ ക്യാരക്ടർ. The narrator only points to the events and leaves us the task of finding the truth. Narrator is The narrator is points to the events and issues. Events and issues. Narrator is telling about the events and issues. Narrator presents in front of us the events and issues and leaves us the task of finding the truth. And what is the truth? We are finding with our imagination. We are finding with our reasoning power what happened there. Diseases is indirect representation or representation of reality. Diseases is indirect representation. It is indirect representation, not direct representation or representation of reality. It is also known as representation of reality. Most of the narratives we can say most of the narratives combine mimetic, showing, and diegetic telling. There may be showing and diegetic. In a novel, the description of settings, characters, background, action, and events might be described directly. And this may be mimetic. എന്തൊക്കെയാണ് മിമിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒരു നോവലിൽ സെറ്റിങ്സ് പറയും. ഇന്ന സ്ഥലം, ഇന്ന അങ്ങാടി, ആ അങ്ങാടിയിൽ ഇന്ന ആളുകൾ, അവിടെ ഒരു കവലുണ്ട്, ആ കവലയിലൊരു ഒരു ചായക്കടയുണ്ട്, ആ ചായക്കടയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറയുന്നു. പിന്നെ ക്യാരക്ടേഴ്സിന് അവിടെ ഇരിക്കുന്ന ആളുകളുടെ സ്വഭാവമൊക്കെ പറയുന്നു. ബാക്ക്ഗ്രൗണ്ട്, ആക്ഷൻസ്, ഇവൻറ്റ്സ്, ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ നേരെ ഇമിറ്റേഷനാണ്. ഓരോ കാര്യങ്ങൾ ഒരു നാട്ടിൽ നടക്കുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയണം, മിമിറ്റിക് ആണ്. ബട്ട് ദ പേഴ്സണാലിറ്റി ഓഫ് എ ക്യാരക്ടർ may not be described directly. The narrator describes the character through a telling of the actions of a character. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കാദം 24 എന്ന ഒരു ഫിലിമിൽ പിന്നെ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. വളരെ പിന്നെ അസ്വസ്ഥനാകുന്ന, ഇന്നത്തെ കാലത്ത് വളരെ ഹൈജീനിക് ആകുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണത്. ഹൈജീനിക് ആണ്, പിന്നെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും അനുഭവിക്കുന്ന ഒരാളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. അയാളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അയാളുടെ തോട്ട് എന്തൊക്കെയാണ്, അയാളുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ് നമ്മളാണ് ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് ഡയജസ്റ്റിക്. ഇറ്റ് ഈസ് the narrator did not tell us what he is thinking, but we could understand it. We could understand it from the narration itself. So there is a interruption. We can go to the next module, codes of perceptions. It is also one of the another thing. So we have understood what is mimesis, what is diegesis, and now codes of perceptions. Perceptions are developed through languages and interpretations.
പെർസെപ്ഷൻ മീൻസ് കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ, തിങ്കിങ്. Perceptions are developed through language and interpretations. A physical object, a tree, for example, is constructed in different media, manuscript, print, film, words. ഒരു ട്രീ എന്ന ഒരു സാധനം ഒരു പക്ഷേ ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പ്രിന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും, വാക്കുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാം. The identity of the tree in reality itself is made available to us through the words, painting or descriptions. The identity of the tree എന്ന സാധനത്തിന്റെ ഐഡന്റിറ്റി നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് വാക്കുകളിലൂടെ, ചിന്തകൾ, പിന്നെ ഫിലിമുകളിലൂടെ, പെയിന്റിങ്ങുകളിലൂടെ, ഡിസ്ക്രിപ്ഷനിലൂടെ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻ ഷോർട്ട്, we experience the real not transparently but through codes of conventions of our own societies. ഇതാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ വി എക്സ്പീരിയൻസ് ദ റിയൽ. എന്താണ് റിയൽ? റിയൽ ട്രീ എന്താണ്? ട്രീ എന്താണെന്നുള്ള റിയലിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോട്ട് ട്രാൻസ്പാരൻ്റ്ലി, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്പാരൻ്റ്ലി, വളരെ സുതാര്യമായിട്ടാണോ? അല്ല. ബട്ട് ത്രൂ കോഡ്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് അവർ ഓൺ സൊസൈറ്റീസ്. നമ്മുടെ സൊസൈറ്റിയുടെ കോഡ്സ് ആൻഡ് കൺവെൻഷൻസിനനുസരിച്ചിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ വസ്തുക്കൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ നായ, ഒരു പാമ്പ് എന്ന് പറയുന്ന വസ്തുവിനെ കണ്ടാൽ നമ്മളെല്ലാവരും ഓടും, പേടിക്കും, ഭയങ്കര പേടിയാണ്. പക്ഷേ ആ ചൈനയിലുള്ള ഒരു കുട്ടി പാമ്പിനെ കണ്ടാൽ പാമ്പിനെ വളരെ പെട്ടെന്ന് പോയി പിടിച്ചിട്ട് അവൻ ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുന്നു. അവന് ആ പാമ്പിനോടുള്ള ധാരണ, ആ സമീപനം, റിയാലിറ്റിയെ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത് എന്താണ്? ഭാഷയാണ്, ഇന്റർപ്രിട്ടേഷനാണ്, ഒബ്ജക്റ്റ്, ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് നേരെ ഭാഷ, പാമ്പ് കടിച്ചാൽ ഉടനെ മരിക്കും എന്നുള്ളൊക്കെ ചിന്തകളാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ബട്ട് ത്രൂ കോഡ്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് അവർ ഓൺ സൊസൈറ്റീസ്, നമ്മളുടെ സൊസൈറ്റിയുടെ കോഡ്സ് ആൻഡ് കൺവെൻഷൻസിനനുസരിച്ചിട്ടാണ് റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. കോഡ്സ് ഓഫ് പെർസെപ്ഷൻ മീൻ ദ റെപ്രസെൻറ്റേഷൻസ്, ലാംഗ്വേജ് ആൻഡ് സയൻസ് that we accumulate over the years, and this becomes the outline with which we interpret and റീഡ് റിയാലിറ്റി. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഷ, സയൻസ്, അതേപോലെ തന്നെ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷനൊക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിലുള്ള പല കാര്യങ്ങളെയും ഇൻറ്റർപ്റ്റ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റിയാലിറ്റിയെ വായിച്ചെടുക്കാനൊക്കെ നടത്തുന്ന നമ്മുടെ ശ്രമത്തെയാണ് എന്ത് പറയുക, കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലാംഗ്വേജ്, സയൻസ് ഒക്കെയാണ്. കോഡ്സ് ഓഫ് പെർസെപ്ഷൻ മീൻ ദ റെപ്രസെൻറ്റേഷൻസ്, ലാംഗ്വേജ് ആൻഡ് സയൻസ് ദാറ്റ് വി അക്യുമുലേറ്റ് ഓവർ ദ ഇയേഴ്സ്. ഇത് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടുള്ളത് വി അക്യുമുലേറ്റ് ഓവർ ദ ഇയേഴ്സ്, വർഷങ്ങളായി നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. ആൻഡ് this becomes the outline with which we interpret and read reality. By making this the base, by making this the outline, we are interpreting and reading the reality. By making language, ഭാഷ ഉപയോഗിച്ച്, സയൻസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ റിയാലിറ്റിയെ അളന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കോഡ്സ് ഓഫ് പെർസെപ്ഷൻ. ഈ കോഡ്സ് ഓഫ് നമ്മുടെ കുറേ റെപ്രസെൻറ്റേഷൻസ്, ഭാഷ, സയൻസ്, ഇതൊക്കെ നമ്മൾ വർഷങ്ങളായി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ റിയാലിറ്റിയെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും റിയാലിറ്റിയെ റീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയാം. ഇനി ട്രൂ റിയാലിറ്റി ഈസ് സിംപ്ലി ദ ട്രൂത്ത് വാല്യൂ വി അസോസിയേറ്റ് വിത്ത് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് റിയാലിറ്റി. ദ ട്രൂ റിയാലിറ്റി ഈസ് സിംപ്ലി ദ ട്രൂത്ത് വാല്യൂ. ട്രൂ റിയാലിറ്റി, what is true reality? True reality, the truth value we associate with the representation of that reality. ആ റിയാലിറ്റിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് അത്. ഉദാഹരണം, മക്കളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നത് നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ്. എന്നാൽ ചില ആദിവാസി കമ്മ്യൂണിറ്റികൾക്കിടയിലൊക്കെ അത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് റിയാലിറ്റിയാണ്. അവർ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. റിയാലിറ്റി ഈസ് ഇൻറ്റർപ്രറ്റഡ് വെൻ ഇറ്റ് ഗെറ്റ്സ് റെപ്രസെൻറ്റഡ്. ഒരു റിയാലിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. മീനിങ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ആൻ ഒബ്ജക്റ്റ്, എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓർ ആൻ ഇവൻറ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റേഷൻ.
ഒരു വസ്തുവിന്, ഒരു വ്യക്തിക്ക്, ഒരു ഗ്രൂപ്പിന്, ഒരു സംഭവത്തിനൊക്കെ അർത്ഥം കിട്ടുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതിനൊരു അർത്ഥം കിട്ടുന്നത്. മീനിങ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ആൻ ഒബ്ജെക്റ്റ്, എ പേഴ്സൺ, എ ഗ്രൂപ്പ് ഓർ എൻ ഇവന്റ് ത്രൂ ദ പ്രോസസ് ഓഫ് റെപ്രസെന്റേഷൻ. ഏതെങ്കിലും തരത്തിലുള്ള റെപ്രസെന്റേഷൻ കിട്ടുമ്പോൾ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. ചില മരണങ്ങൾ നമുക്കറിയാം. മരണം അതിനൊരു മീനിങ് കിട്ടുന്നത് എങ്ങനെയാണ്? അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള റെപ്രസെന്റേഷൻ നടക്കുമ്പോഴാണ്. ചിലതിന് തീരെ റെപ്രസെന്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഒരു ദിവസം കേരളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില മരണങ്ങൾ ഒരു മരണമായിരിക്കും, പക്ഷെ അത് ഒന്നാം പേജിൽ വരും. എന്താണ്? അതിന് ഏതോ ഒരു തരത്തിലുള്ള റെപ്രസെന്റേഷൻ വന്നിട്ട്, ഒരു മീനിങ് വന്നിട്ടുണ്ട്. ഒരു മീനിങ്, ഒരു ഒബ്ജക്റ്റിന്, ഒരു പേഴ്സണ്, ഒരു ഗ്രൂപ്പിന്, ഓർ എൻ ഇഫക്റ്റ്, ഇവന്റ് ത്രൂ ദ പ്രോസസ് ഓഫ് റെപ്രസെന്റേഷൻ. ഒരു ആന ചെരിഞ്ഞു പോയ ഒരു സംഭവത്തെ കുറിച്ച് നമുക്കറിയാലോ. ആ ആന ചെരിഞ്ഞ സംഭവത്തിന്, ഒരു ആന ചത്തുപോവുക എന്ന് പറയുന്നത്, ചെരിയുക എന്ന് പറയുന്നത് കാട്ടിൽ നടക്കുന്നതായിരിക്കാം. പക്ഷെ അതിന് ദേശീയ മാധ്യമങ്ങളിൽ വരെ ശ്രദ്ധയുണ്ടായി. കാരണം അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. അതിനൊരു എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ റിയാലിറ്റി ഗിവ്സ് it is reading by interpretation. Reality gets its meaning by representation. Reality gets its interpretation and meaning by representation. Realistic novels in the earlier, there are many realistic novels in the earlier periods describe the world as it is characters with great clarity. In ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ പഴയ കാലത്ത് ഒരുപാട് നോവലുകളുണ്ട്. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് റിയാലിറ്റി അത് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നു. മലയാളത്തിലാണെങ്കിൽ പഴയ കാലത്തെ നോവലുകൾ, M.T. വാസുദേവൻ നായരുടെയൊക്കെ പഴയ കാലത്തെ നോവലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഏകദേശം അങ്ങനെയാണ്. റിയലിസ്റ്റിക് നോവൽസ്, പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ജെയിൻ ഓസ്റ്റന്റെ നോവലുകൾ അടക്കമുള്ള പഴയ കാലത്തെ നോവലുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. Realistic novels made us believe that the novelistic world is real. While we are reading this novel, we could understand that we may think that the novelistic world is real. എന്നർത്ഥത്തിലാണ് അവർ തന്നിരുന്നത്. എന്നാൽ many modern novelists after 1917s create a world of the novel as though it is real. It is not real, but they are creating a world. It is as though real, and make it clear that the world of that novel is still a fiction, and it is not real, but it is says to us that this novel is a fiction, not a real event or a real narration. പണ്ട് കാലത്ത് നടന്നത് അത് അതേപോലെ നടന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല, നടന്നതല്ല എന്ന് പറയുന്ന ഒരു സംഭവത്തോട് കൂടിയിട്ടാണ്. ഉദാഹരണം, അങ്ങനെ സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രൻ, അതേപോലെ തന്നെ 100 Years of Solitude അടക്കമുള്ള ഗബ്രയേൽ ഗാർസിയ മാർക്കേഴ്സിന്റെ 100 Years of Solitude അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തരത്തിലുള്ള മാജിക്കൽ റിയലിസം എന്ന് നമുക്കതിനെ പറയാം. മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് നോട്ട് റിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ റിയാലിറ്റി എന്ന തോന്നൽ ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുന്ന ചില റെപ്രസെന്റേഷൻ കൊണ്ട് മാത്രമാണ്. നമ്മളുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി വരുന്നത് നമ്മളുടെ ചില റെപ്രസെന്റേഷൻ കൊണ്ട് മാത്രമാണ് എന്നാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക്സ്. ഓക്കെ, ഇതോടുകൂടി അവസാനിക്കുന്നു. ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.